ഒരു ഞായറാഴ്ച വൈകുന്നേരം മാത്യു അവന്റെ പഴയ സ്കൂട്ടർ തുടച്ചു വൃത്തിയാക്കുകയാണ്. സോഫിയ അടുക്കളയിൽ നിന്നും പുറത്തു വന്ന് ഈ കാഴ്ച കണ്ട് നെറ്റിച്ചുളിച്ചു. മാത്യു, ഇതെന്തൊരു കഷ്ടമാണ്. ഈ സ്കൂട്ടറിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? 4 പേര് കാണുന്നതല്ലേ ഇത്. എനിക്ക് നാണക്കേടാണ് മാത്യു ഈ പഴയ സ്കൂട്ടറും കൊണ്ട് നടക്കുന്നത്. ഇത് കേട്ട് മാത്യു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ നമ്മളുടെ കൂടെ എത്ര യാത്ര ചെയ്തിട്ടുണ്ട് സോഫിയ. ഇവന്റെ കാലം കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി കാത്തിരിക്കാം നമുക്ക്. നമ്മൾ തീർച്ചയായും നല്ലൊരു കാർ വാങ്ങും. എന്റെ കമ്പനിയുടെ പ്ലാൻ ഒന്ന് വിജയിക്കട്ടെ. അവന്റെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് സോഫിയ അതിന് മറുപടി പറഞ്ഞു. അത് തന്നെ, വീണ്ടും നിങ്ങളുടെ ആ ഭാവി പദ്ധതികൾ. നമ്മൾ താമസിക്കുന്നത് ഈ ചെറിയ വാടക വീട്ടിലല്ലേ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ എനിക്ക് നാണക്കേടാണ്. അതുപോലെ തന്നെയാണ് ഈ സ്കൂട്ടറും. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വന്തമായി കാറുണ്ട്. നീ ഈ പഴയ സ്കൂട്ടറിൽ ഓഫീസിലോട്ട് പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല മാത്യു. അത് കേട്ട് മാത്യു സ്നേഹത്തോടെ അവളുടെ അടുത്ത് വന്നു. എന്റെ കഴിവ് നിനക്ക് വിശ്വാസമില്ലേ സോഫിയ? എനിക്കറിയാം സോഫിയ, നമ്മളിപ്പോൾ ബുദ്ധിമുട്ടിലാണെന്ന്. പക്ഷേ ഈ ബുദ്ധിമുട്ട് താൽക്കാലികമാണ്. ഞാൻ എന്റെ കഴിവിൽ വിശ്വസിക്കുന്നു. നീ മാത്രം എന്റെ കൂടെ ഉണ്ടായാൽ മതി. സോഫിയ അവന്റെ കൈ തട്ടിമാറ്റി ദൂരെ മാറി നിന്ന്. എനിക്ക് ആ കഠിനാധ്വാനം കാണാനല്ല താല്പര്യം, അതിന്റെ ഫലമാണ് കാണേണ്ടത്. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ എനിക്കിനി കാത്തിരിക്കാൻ വയ്യ മാത്യു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു നിലയിലെത്തണം. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് മാത്യുവും സോഫിയയും. സോഫിയയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നാൽ ആഡംബരവും ബാഹ്യപ്രകടനവുമായിരുന്നു. അവൾക്ക് വില കുറഞ്ഞതൊന്നും ഇഷ്ടമില്ലായിരുന്നു. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ലക്ഷറി ബാഗുകൾ, പുതിയ മോഡൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയോട് അവൾക്ക് അടങ്ങാത്ത ഭ്രമമായിരുന്നു. മാത്യുവിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സാധാരണ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ അവന്റെ വരുമാനം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം മതിയാകുമായിരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ മാത്യു പണം സ്വരൂപിച്ചിരുന്നതിനാൽ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. മാത്യുവിന്റെ നിലവിലെ വരുമാനത്തിനനുസരിച്ച് ലളിതമായി ജീവിക്കാൻ സോഫിയയ്ക്ക് കഴിയുമായിരുന്നില്ല. അവൾ മാത്യുവിന്റെ സ്വപ്നങ്ങളെ വിശ്വസിക്കുന്നതിനേക്കാൾ നിലവിൽ തനിക്ക് ലഭിക്കാത്ത ആഡംബരങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവൾക്ക് മാത്യുവിന്റെ പഴയ സ്കൂട്ടർ കാണുമ്പോൾ നാണക്കേടും വാടക വീട് കാണുമ്പോൾ അസ്വസ്ഥതയും തോന്നിയത്. യഥാർത്ഥത്തിൽ സോഫിയയുടെ ആവശ്യങ്ങൾ മാത്യുവിന്റെ വരുമാനത്തെക്കാൾ വലുതായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ സോഫിയയുടെ നീരസവും കൂടിക്കൂടി വന്നു. സോഫിയയുടെ സംതൃപ്തിയില്ലായ്മ മാത്യുവിനെ വല്ലാതെ അലട്ടി. ഒരു വൈകുന്നേരം മാത്യു തന്റെ ബിസിനസ് പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു കോൺഫറൻസിൽ പങ്കെടുത്തു. സോഫിയയാകട്ടെ കൂട്ടുകാരികളോടൊപ്പം ഒരു വലിയ ആഡംബര പാർട്ടിക്കും പോയി. അവിടെ വെച്ചാണ് സോഫിയ റിച്ചാർഡിനെ പരിചയപ്പെടുന്നത്. റിച്ചാർഡ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയാണ്. അവന്റെ സംസാരത്തിലും വസ്ത്രധാരണത്തിലും ആഡംബരം നിറഞ്ഞു നിന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ റിച്ചാർഡും സോഫിയയും തമ്മിൽ അടുത്തു. സോഫിയ, നിങ്ങളെപ്പോലെ മനോഹരിയായ ഒരാൾ ഈ നഗരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നോ? നിങ്ങളുടെ സൗന്ദര്യത്തിന് ഈ ചുറ്റുപാട് മതിയാവില്ല. സോഫിയ അവന്റെ പ്രശംസയിൽ മതിമറന്ന്. നന്ദി റിച്ചാർഡ്. എന്റെ ലോകത്ത് സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും സോഫിയ. എനിക്ക് നിങ്ങളെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. റിച്ചാർഡിന്റെ പണവും പ്രൗഢിയും സോഫിയയെ വല്ലാതെ ആകർഷിച്ചു. അതിനുശേഷം അവർ പലപ്പോഴും കണ്ടുമുട്ടി. റിച്ചാർഡ് സോഫിയയ്ക്ക് വില കൂടിയ സമ്മാനങ്ങൾ നൽകി. അവൾ ആഗ്രഹിച്ച ജീവിതം റിച്ചാർഡിനൊപ്പം ഉടൻ നേടാമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ മാത്യു ജോലി ചെയ്യുന്ന കമ്പനിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അതിനോടനുബന്ധിച്ച് മാത്യുവിന് ജോലി നഷ്ടമായി. അവൻ ആകെ തകർന്നിരുന്നു. എങ്കിലും തന്റെ ബിസിനസ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമയം ഇതാണെന്ന് അവൻ തീരുമാനിച്ചു. മാത്യു സോഫിയോട് വിഷമത്തോടെ പറഞ്ഞു, സോഫിയ, എനിക്ക് ജോലി പോയി. പക്ഷേ നീ വിഷമിക്കേണ്ട. ഇതെന്റെ ബിസിനസിന് വേണ്ടി സമയം കണ്ടെത്താനുള്ള അവസരമാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്യും. നീ മാത്രം എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. സോഫിയ ഇത് കേട്ട് അവജ്ഞയോടെ ചിരിച്ചു. ജോലി പോയല്ലേ, ഇനി എത്ര കാലം ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെയും കടങ്ങളെയും ചുമക്കണം? എന്റെ ക്ഷമ നശിച്ചു മാത്യു. എനിക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ വയ്യ. പണമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കില്ല. സോഫിയ തന്റെ സാധനങ്ങൾ ഒരു ബാഗിലാക്കി. അവൾ മാത്യുവിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. സോഫിയ,
നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? നിന്റെ സ്നേഹത്തിന് ഇത്രേ വിലയുള്ളോ? ഇത് കേട്ട് പുച്ഛത്തോടെ സോഫിയ പറഞ്ഞു. സ്നേഹത്തേക്കാൾ വലിയ വില പണത്തിനുണ്ട് മാത്യു. അവൾ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു. പുറത്ത് റിച്ചാർഡിന്റെ ആഡംബര കാർ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മാത്യുവിന്റെ കണ്ണുനീരിനും യാചനകൾക്കും മുന്നിൽ അവൾ വാതിലടച്ചു. ആ നിമിഷം മാത്യുവിന് ഭാര്യയെയും സ്നേഹത്തെയും നഷ്ടമായി. അവൻ തനിച്ചായി. സോഫിയ പോയതിനു ശേഷം മാത്യു ആകെ തളർന്നു പോയിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച ഭാര്യ പണത്തിനു വേണ്ടി തന്നെ ഉപേക്ഷിച്ചു പോയത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ദിവസങ്ങളോളം അവൻ ആ മുറിയിൽ തനിച്ചിരുന്നു. എങ്കിലും അവൻ ഒരു കാര്യം മനസ്സിലാക്കി. തന്റെ സ്നേഹം കളഞ്ഞവർക്ക് മുന്നിൽ വിജയിച്ചു കാണിക്കുക എന്നത് തന്റെ വാശിയാണ്. അവന്റെ വിദ്യാഭ്യാസം, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്, ബിസിനസ് സ്വപ്നങ്ങൾ എന്നിവയിലുള്ള വിശ്വാസം അവൻ വീണ്ടെടുത്തു. മാത്യു തന്റെ വാടക വീട് ഉപേക്ഷിച്ച് കുറഞ്ഞ വാടകയുള്ള ഒരു മുറിയിലേക്ക് താമസം മാറി. അവിടെ ഇരുന്ന് അവൻ തന്റെ ബിസിനസ് പ്ലാൻ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ തുടങ്ങി. മാത്യു തന്റെ സ്വപ്നമായ സ്റ്റാർട്ടപ്പ് കമ്പനി ചെറിയ രീതിയിൽ തുടങ്ങി. പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ അവൻ തന്റെ കഴിവുകളെ പൂർണ്ണമായും ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ ആദ്യത്തെ ജോലിക്കാരിയായി പ്രിയ എന്ന പെൺകുട്ടി എത്തുന്നത്. അവൾക്ക് മാത്യുവിന്റെ കഠിനാധ്വാനത്തിലും അവന്റെ സ്വപ്നങ്ങളിലും ഉണ്ടായിരുന്ന ആത്മാർത്ഥതയിൽ മതിപ്പ് തോന്നി. മാത്യു, ഈ പ്ലാൻ വളരെ നല്ലതാണ്. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ പണത്തെക്കുറിച്ച് ഓർത്തിപ്പോൾ വിഷമിക്കേണ്ട. നമ്മുടെ കഠിനാധ്വാനം ഒരിക്കലും പാഴാവില്ല, പ്രിയ മാത്യുവിനോട് പറഞ്ഞു. ഇത് കേട്ട് മാത്യുവിന് വളരെ ആശ്വാസം തോന്നി. എന്റെ ആശയങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കി സംസാരിക്കാൻ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യമാണ്. പ്രിയ വെറുമൊരു ജോലിക്കാരിയായിരുന്നില്ല. അവൾ മാത്യുവിന്റെ ആശയങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചു. അവർ ഒരുമിച്ചിരുന്ന് രാത്രി വൈകും വരെ ജോലി ചെയ്തു. മാത്യുവിന് വേണ്ട വിശ്വാസം, ക്ഷമ, സ്നേഹം എന്നിവ പ്രിയയിൽ നിന്ന് ലഭിച്ചു. അവൾ ഒരിക്കലും മാത്യുവിന്റെ സ്കൂട്ടറിനെയോ അവന്റെ ചെറിയ ഓഫീസിനെയോ കണ്ട് മുഖം ചുളിച്ചില്ല. മാത്യുവിന്റെ സ്റ്റാർട്ടപ്പ് കമ്പനി പതുക്കെ വളരാൻ തുടങ്ങി. പ്രിയയുടെ കൃത്യമായ പിന്തുണയും മാത്യുവിന്റെ കഠിനാധ്വാനവും അവനെ വിജയത്തിലേക്ക് നയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മാത്യുവിന്റെ കമ്പനി വലിയൊരു സാമ്പത്തിക വിജയം നേടി. മാത്യുവും പ്രിയയും ഇപ്പോൾ വിജയകരമായ പങ്കാളികളായി മാറുകയും ചെയ്തു. അവർ ഒരുമിച്ചാണ് സ്വപ്നം കണ്ടത്. ഒരുമിച്ചാണ് ആ സ്വപ്നം നേടിയെടുത്തത്. മാത്യുവിന്റെ പഴയ സ്കൂട്ടർ പോയി. അവന്റെ ജീവിതം തന്നെ മാറി. പ്രിയയുടെ സാന്നിധ്യം മാത്യുവിന് സോഫിയ നൽകിയ മുറിവുകളേക്കാൾ വലിയ സന്തോഷം നൽകി. സോഫിയയെ നഷ്ടപ്പെട്ടതിലൂടെ തനിക്ക് ആത്മാർത്ഥമായ പിന്തുണ നൽകാൻ കഴിയുന്ന പ്രിയയെ പോലെ ഒരാളെയാണ് തനിക്ക് ലഭിച്ചതെന്ന് മാത്യു തിരിച്ചറിഞ്ഞു. ഈ സമയം റിച്ചാർഡിനൊപ്പം പോയ സോഫിയ ആദ്യ കുറച്ചു മാസങ്ങൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമായിരുന്നു. വില കൂടിയ കാറുകൾ, ലോകോത്തമ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ, വിദേശ യാത്രകൾ, അവൾ ആഗ്രഹിച്ച ജീവിതം. മാത്യുവിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൽ അവൾ ആശ്വാസം കൊണ്ടു. എന്നാൽ പണത്തിന്റെ തിളക്കം മാഞ്ഞപ്പോൾ റിച്ചാർഡിന്റെ യഥാർത്ഥ സ്വഭാവം അവൾ കണ്ടു തുടങ്ങി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. സോഫിയ റിച്ചാർഡിന്റെ ഭാര്യയായി വലിയ ബംഗ്ലാവിൽ താമസിച്ചു. അവൾക്ക് ആവശ്യമുള്ളത്ര പണം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ റിച്ചാർഡിനെ അവൾക്ക് കിട്ടാനില്ലായിരുന്നു. ഒരു ദിവസം രാത്രി വലിയ ഡൈനിങ് ടേബിളിൽ സോഫിയ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു. റിച്ചാർഡ് വൈകിയാണ് എത്തിയത്. ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ സോഫിയയുടെ അടുത്തേക്ക് വന്നു. റിച്ചാർഡ്, ഇന്ന് എന്റെ പിറന്നാളല്ലേ? ഇന്ന് നീ നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? റിച്ചാർഡ് തിരക്കിട്ട് ഫയലുകൾ മറിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ഡിയർ, വലിയൊരു ഡീലുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് നീണ്ടുപോയി. നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഡിസൈനുള്ള ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്റെ കാർഡ് ഉപയോഗിച്ച് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ. ഇത് കേട്ടപ്പോൾ സോഫിയയ്ക്ക് കോപം വന്നു. എനിക്ക് ആ ബാഗോ പണമോ അല്ല വേണ്ടത് റിച്ചാർഡ്. എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ എനിക്കായി സമയം ചെലവഴിക്കുന്നില്ല. ഞാൻ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണം? ഇത് കേട്ട് റിച്ചാർഡ് അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സോഫിയ, ഞാൻ ഈ പണം ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ? ഒരു ബിസിനസ്സുകാരന് എപ്പോഴും തിരക്കുണ്ടാകും. നീ ഇതൊന്നും മനസ്സിലാകാതെ വൈകാരികമായി സംസാരിക്കരുത്. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയി ഷോപ്പിംഗ് ചെയ്യൂ. അതല്ലേ നിനക്കിഷ്ടം? റിച്ചാർഡ് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു. സോഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മാത്യുവിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആത്മാർത്ഥമായ സ്നേഹവും ശ്രദ്ധയും തനിക്ക് ലഭിച്ചിരുന്നു. അവിടെ പണമില്ലായിരുന്നു, പക്ഷേ സന്തോഷമുണ്ടായിരുന്നു.
എന്നാൽ ഇവിടെ പണമുണ്ട്, പക്ഷേ മനസമാധാനമോ സന്തോഷകരമായ ഒരു കുടുംബജീവിതമോ ഇല്ല. അവൾക്ക് മനസ്സിലായി, തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ റിച്ചാർഡിന് പണം മാത്രമേയുള്ളൂ. താൻ തിരഞ്ഞെടുത്ത ഈ ആഡംബര ജീവിതത്തിൽ സ്നേഹമില്ലാത്ത ശൂന്യതയാണ് അവശേഷിക്കുന്നത്. അവൾ താൻ ചെയ്ത വലിയ തെറ്റിനെ കുറിച്ച് ഓർത്തു. പണത്തിനു വേണ്ടി താൻ വലിച്ചെറിഞ്ഞത് യഥാർത്ഥ സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു വലിയ ബിസിനസ് ഫംഗ്ഷൻ നടക്കുന്നത്. അന്ന് ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് കമ്പനിക്കുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. സോഫിയ റിച്ചാർഡിന്റെ കൂടെ ആഡംബര വസ്ത്രങ്ങളോടെ ആ ചടങ്ങിൽ പങ്കെടുത്തു. വേദിയിൽ അന്നത്തെ മികച്ച സ്റ്റാർട്ടപ്പ് കമ്പനിക്കുള്ള ബിസിനസ് ഇന്നൊവേഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. ആ വർഷം ആ അവാർഡ് ലഭിച്ചത് മാത്യുവിന്റെ കമ്പനിക്കായിരുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ മാത്യു സ്റ്റേജിലേക്ക് കയറുമ്പോൾ സോഫിയ ഞെട്ടിപ്പോയി. പഴയ സ്കൂട്ടറും വാടക വീടും ഉണ്ടായിരുന്ന ആ സാധാരണ ചെറുപ്പക്കാരൻ ഇന്ന് പ്രശസ്തനും വിജയകരവുമായ ബിസിനസ് സിഇഒയായി മാറിയിരിക്കുന്നു. മാത്യുവിന് പിന്തുണ നൽകാനായി അവന്റെ ജീവിതത്തിലെ പുതിയ പങ്കാളി പ്രിയ അവനോടൊപ്പം സ്റ്റേജിൽ കയറി നിന്നു. പ്രിയയുടെ മുഖത്ത് സന്തോഷവും ആത്മാഭിമാനവും നിറഞ്ഞിരുന്നു. മാത്യുവിന്റെ കഷ്ടകാലത്ത് അവനെ വിട്ടുപോകാതെ കൂടെ നിന്നവൾ എന്ന അഭിമാനം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവാർഡ് സ്വീകരിച്ച ശേഷം മാത്യുവും പ്രിയയും വേദിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സോഫിയ ധൈര്യം സംഭരിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. റിച്ചാർഡ് അപ്പോഴേക്കും ഫോണിൽ സംസാരിച്ച് തിരക്കിലായിരുന്നു. സോഫിയ മാത്യുവിനെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, മാത്യു, ഇത് ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ട് മാത്യു സൗമ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോഫിയ, കണ്ടതിൽ സന്തോഷം. സുഖമായിരിക്കുന്നോ നീ? പെട്ടെന്ന് സോഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനാണ് തെറ്റ് ചെയ്തത് മാത്യു. അന്ന് പണത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ സ്നേഹം മറന്നു. നിങ്ങളുടെ കഴിവ് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ ഇന്ന് മണ്ടിയായിരിക്കുന്നു മാത്യു. എനിക്ക് ഈ പണം ഉണ്ടായിട്ടും സന്തോഷമില്ല. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ ഇന്നും ഞാൻ യഥാർത്ഥ സന്തോഷം കാണുന്നു. മാത്യു പ്രിയയെ തന്റെ അടുത്തേക്ക് ചേർത്തു പിടിച്ചു. നീ പറഞ്ഞത് ശരിയാണ് സോഫിയ. ഞാൻ ഇന്ന് സന്തോഷവാനാണ്. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കല്ല. എന്റെ വിജയത്തിലും തോൽവിയിലും എന്നെ വിശ്വസിച്ച ഒരു പങ്കാളി എന്റെ കൂടെയുണ്ട്. മാത്യു പ്രിയയെ സോഫിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് പ്രിയ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട്. എന്റെ എല്ലാ സ്വപ്നങ്ങളിലും അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പ്രിയ സോഫിയയെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് സോഫിയയോട് പറഞ്ഞു, യഥാർത്ഥ സ്നേഹം പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സോഫിയ. അതിന് ക്ഷമ ആവശ്യമാണ്. ആ തിരിച്ചറിവ് സോഫിയയുടെ ഹൃദയത്തിൽ കൊണ്ടു. റിച്ചാർഡ് സമ്മാനിച്ച ഡയമണ്ട് നെക്ലസ് പോലും അവൾക്ക് ഭാരമായി തോന്നി. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. മാത്യുവിന്റെ ദാരിദ്ര്യമല്ല പ്രശ്നം, തന്റെ പണത്തോടുള്ള ആർത്തിയായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് താനാണ് ചെയ്തത്. സ്നേഹമുള്ള ഒരു പങ്കാളിയെ വേണ്ടെന്ന് വെച്ച് പണമുള്ള പങ്കാളിയെ തിരഞ്ഞെടുത്തപ്പോൾ തന്റെ ജീവിതത്തിൽ നിന്നും സമാധാനം എന്ന നിധി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. സോഫിയയ്ക്ക് മാത്യുവിനോടൊരു മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. ദുഃഖവും കുറ്റബോധവും അവളുടെ മുഖത്ത് നിഴലിച്ചു. അവൾ മെല്ലെ അവർക്കരികിൽ നിന്ന് മാറി. ആഡംബരത്തിന്റെ നടുവിലും തന്റെ ഒറ്റപ്പെടലിലേക്ക് അവൾ തിരിച്ചു നടന്നു.